വെൽക്കം ടു PBS റിസോർട്ട് സർ. ഞങ്ങൾക്ക് സർപ്രൈസ് തരാൻ വേണ്ടി ഇത്രയും പ്ലാനൊക്കെ ഉണ്ടായിരുന്നോ? ഇതൊന്നും ഞങ്ങളുടെ പ്ലാനല്ല സർ, ആ മേഡാ പ്ലാൻ ചെയ്തേ. മഞ്ജരി എങ്ങനെ ഇവിടെ എത്തി? എക്സ്ക്യൂസ് മീ. ഓക്കെ സർ. മഞ്ജരി, നീ എന്താ ഇവിടെ? മേഘിന് എങ്ങനെ ഇവിടെ എത്തി? ആദ്യം നീ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. നീ എങ്ങനെ ഇവിടെ എത്തി? നീ ഒറ്റയ്ക്ക് ഈ റിസോർട്ടിലേക്ക് വരണമെന്ന് ആ ചീട്ടിൽ ഞാൻ കൃത്യമായിട്ട് എഴുതിയിരുന്നതല്ലേ? എന്നിട്ടും മേഘിനെ ഇതിനെ വിളിച്ചോണ്ട് വന്നേ? സോറി മഞ്ജരി, ആ ചീട്ടിൽ എന്തായിരുന്നു എന്ന് ഞാൻ കണ്ടില്ല. അതെന്റെ കയ്യിൽ നിന്ന് പോയായിരുന്നു. വാട്ട്? നീ അത് കണ്ടില്ലെന്നോ? പിന്നെ എങ്ങനെ ഈ റിസോർട്ടിലേക്ക് എത്തി, അതും ഭാര്യയെ വിളിച്ചോണ്ട്? ഈ റിസോർട്ടുകാർ ഉദ്ഘാടനത്തിന് വേണ്ടി ഞങ്ങളെ രണ്ടുപേരും ക്ഷണിച്ചതാ, അതുകൊണ്ട് വന്നു. മിഥുൻ സാർ, സാറെന്താ എവിടെ നിൽക്കുന്നേ? ഗസ്റ്റ് എല്ലാം സാറിന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യേ. പ്ലീസ് വരൂ സാർ. ഓക്കെ. മഞ്ജരി, എന്തായാലും എന്താ, ഞങ്ങള് ഭാര്യയ്ക്കും ഭർത്താവിനും നല്ലൊരു സ്വീകരണം നീയായിട്ട് ഒരുക്കിയത്. താങ്ക് യു വെരി മച്ച്. മേഘന മാഡം. ആ, എന്നെ അവര് വിളിക്കുന്നുണ്ട്. സ്പെഷ്യൽ ഗസ്റ്റ് അല്ലേ? ഛേ, ഞാൻ ഒരുക്കിയ കളത്തിൽ മറ്റൊരുത്തി കയറി ചൂട് വയ്ക്കുന്നു. നിങ്ങൾ സംസാരിച്ചു നിൽക്കേ. എക്സ്ക്യൂസ് മീ. മഞ്ജരി, ഇത്രയും വൃത്തികെട്ട രീതിയിൽ നീ എന്നെ ചതിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നിർഭാഗ്യവശാൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയതിന് വെറുതെ ചതി വഞ്ചന എന്നൊന്നും പറയല്ലേ മഞ്ജരി. എങ്കിൽ പിന്നെ ഇതിന് വേറെ എന്താ പറയേണ്ടത്? ഇന്ന് വാലന്റൈൻസ് ഡേ ആ മിഥുൻ. നിനക്ക് വേണ്ടി എല്ലാ കൊല്ലവും ഞാൻ എന്തെങ്കിലും പ്ലാൻ ചെയ്യില്ലേ? അതെല്ലാം നീ മറന്നോ? ഇന്നത്തെ ദിവസം നമ്മൾ ഒന്നിച്ചുണ്ടാവണം എന്നുള്ളത് നിനക്കറിയില്ലായിരുന്നോ മിഥുൻ? അതിരിക്കട്ടെ, ഇതെല്ലാം ഞാൻ കൃത്യമായി പേപ്പറിൽ എഴുതി വെച്ചിരുന്നതാ. അതൊന്നും നീ കണ്ടില്ലേ? മഞ്ജരി, അത് ഞാൻ എടുക്കാനായിട്ട് അങ്ങ് ചെന്ന സമയത്ത് എന്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയി. അതിൽ നീ എന്താ എഴുതിയെന്ന് പോലും ഞാൻ കണ്ടില്ലായിരുന്നു. ആ സമയത്ത് ഇവിടുന്ന് രണ്ടുപേര് വീട്ടിലേക്ക് വന്ന് ഞങ്ങൾ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയത്. എനിക്കെല്ലാം വ്യക്തമായി മനസ്സിലാവുന്നുണ്ട്. നിന്റെ ലൈഫിലെ പ്രയോറിറ്റീസ് എല്ലാം മാറിയിരിക്കുന്നു. നിന്റെ ആലോചനകളും അഭിപ്രായങ്ങളും എല്ലാം മറ്റൊരു രീതിയിലാ. കുറച്ചായി ഞാനിതൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട്. മഞ്ജരി, നീ കാര്യമില്ലാതെ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുക. നീ വിചാരിക്കുന്ന ഒന്നും സത്യമല്ല. നിന്റെ പ്ലാൻ ഫ്ലോപ്പ് ആവാൻ ഇൻഡയറക്ട്ലി ഞാൻ തന്നെ ആയിരിക്കാൻ കാരണം. പക്ഷെ അത് മനഃപൂർവ്വം സംഭവിച്ചൊന്നുമല്ല. എത്ര വലിയ ഭാഗ്യക്കേടാ എനിക്ക്. വാലന്റൈൻസ് ഡേ അന്ന് എന്നോടൊപ്പം ചെലവഴിക്കണമെന്ന് നിന്റെ മനസ്സിൽ തോന്നി പോലുമില്ല. ഇന്ന് എല്ലാവരുടെ മനസ്സിലും സ്വന്തം കാമുകിയായിരിക്കും, പക്ഷെ നിന്റെ മനസ്സിൽ മാത്രം ഭാര്യ. ഇതിനേക്കാൾ ഒരു കാമുകിക്ക് എന്ത് നാണക്കേടാ ഉണ്ടാവാനുള്ളത്?
അയ്യോ ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് നീ പറയുമ്പോ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് നീ എന്നെ വളരെ മോശമായ രീതിയിലാ ചതിച്ചത്. മഞ്ജരി, ഒരു പുരുഷൻ തന്റെ വിവാഹം കഴിയുന്നതിന് മുൻപ് വരെ പ്രണയത്തെക്കുറിച്ചും പ്രണയിനിയെക്കുറിച്ചും ഒക്കെ സംസാരിച്ചു എന്നിരിക്കും. കല്യാണം കഴിഞ്ഞ ശേഷം ഭാര്യയുടെ ആവശ്യങ്ങൾ എന്താ, അവളെ ഏതൊക്കെ രീതിയിൽ സന്തോഷിപ്പിക്കണം, ഇതിനൊക്കെ മാത്രമേ അയാളുടെ മനസ്സിൽ സ്ഥാനം ഉണ്ടാവൂ. ഈ സത്യം നീ എത്രയും പെട്ടെന്ന് മനസ്സിലാക്കിയ നിനക്ക് കൊള്ളാം മഞ്ജരി. മേഘനെ, നിന്റെ ഈ പ്രസംഗം ഒന്ന് നിർത്താവോ? നീ അത് കേട്ടല്ലോ മിഥുൻ. എന്റെ മുമ്പിൽ വാതുറക്കാൻ യോഗ്യതയില്ലാത്തവള് ഇന്ന് എന്തൊക്കെ എന്റെ മുഖത്ത് നോക്കി പറയുന്നേ. എന്റെ കാലിലെ ചെരുപ്പിന്റെ വിലയില്ലാത്തവള് എന്നെ അപമാനിക്കാൻ തയ്യാറായിരിക്കുന്നു. എന്തുകൊണ്ടത്? ദാറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് യു. നീ കാരണം, നീ അവക്ക് കൊടുക്കുന്ന സ്ഥാനം കാരണം, അവളുടെ മുൻപിൽ നീ എന്നെ അപമാനിക്കാൻ തുടങ്ങിയതുകൊണ്ട്. മഞ്ജരി, ഈ ചെറിയൊരു കാര്യത്തിന് അപമാനാണെന്നൊക്കെ പറയുന്നത് എന്തിനാ? അടുത്ത തവണ പ്ലാൻ ചെയ്യുമ്പോ കുറച്ചുകൂടി ശ്രദ്ധിച്ച് പ്ലാൻ ചെയ്യാൻ നോക്ക്. ഫ്ലോപ്പ് ആവാത്ത പ്ലാൻ ആയിട്ട് നോക്കി ചെയ്തോ. മേഘനെ, നീ ഒന്ന് വായടയ്ക്കാൻ നോക്ക്. മഞ്ജരി, നീ ഒന്നടങ്ങ. വേണ്ട മിഥുൻ, നീ എന്നോട് ഇനി ഒന്നും പറയണമെന്നില്ല. ചെറിയമ്മ എന്താ അവിടെ? അത് വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നോ? ഞാൻ ഒന്നുമില്ല മിഥുൻ. മഞ്ജരി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് അറിഞ്ഞിരുന്നു. പക്ഷെ അവളെ ഗിഫ്റ്റ് എടുക്കാൻ മറന്നിരുന്നു. ഫോൺ ചെയ്തിട്ടോട്ട് കിട്ടുന്നുമില്ല. അതാ നേരിട്ട് കൊടുക്കാന്ന് കരുതി വന്നേ. മിഥുൻ സാർ, ഉദ്ഘാടനത്തിന് സമയമായി. പ്ലീസ്. മേഘന മേഡവും വരണേ. വാ മേഘനെ. കണ്ടു ആന്റി എല്ലാം. ഇന്ന് വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് ഞാൻ എന്തൊക്കെ പ്ലാൻ ചെയ്തതാ. എന്നിട്ട് മിഥുൻ ഒന്നും മൈൻഡ് ചെയ്തില്ല. അവളുടെ കയ്യും പിടിച്ച് പോകുന്നു കണ്ടോ? മിഥുന്റെ ഈ പ്രവൃത്തികൾ കാണുമ്പോ എന്റെ ശരീരമാസകലം പെട്രോൾ ഒഴിച്ച് കത്തിച്ചതുപോലെ തോന്നുക. ഇത് വീട്ടിൽ വെച്ച് തന്നെ ഞാൻ അറിഞ്ഞതാ മഞ്ജരി. അത് പറയാൻ വേണ്ടി തന്നെ ഞാൻ നിന്നെ വിളിച്ചതും. പക്ഷെ ഫോൺ കട്ടായി പോയി. അതുകൊണ്ടാ ആരെങ്കിലും ചോദിച്ചാ ഒരു കാരണം പറയാൻ വേണ്ടി ഈ ഗിഫ്റ്റ് വാങ്ങിച്ചുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നത്. വന്നപ്പോഴേക്കും കണ്ടില്ലേ, ആകെ പ്രശ്നമായി. പണ്ട് ആരാണ്ട് പറഞ്ഞ പോലെ കൃഷി ചെയ്തത് ഒരുത്തനും വിളവ് കൊണ്ടുപോയത് മറ്റൊരുത്തനെന്ന് പറയും പോലെയാ നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. വാട്ട് എവർ ആന്റി, മിഥുനുമായിട്ട് സന്തോഷമായിട്ട് കഴിയാന്ന് ഒത്തിരി മോഹിച്ചതായിരുന്നു. ഒടുവിൽ എല്ലാം ദേ വെള്ളത്തിലായി. അവരെ രണ്ടുപേരും കണ്ടുകൊണ്ട് ഇനി ഒരു സെക്കൻഡ് പോലും എനിക്ക് ഇവിടെ നിൽക്കാനാവില്ല. ആന്റി വാ, നമുക്ക് പോവാം. നിക്ക മഞ്ജരി, വെറുതെ പ്രാന്ത് പറയല്ലേ. നീ ഇവിടുന്ന് സ്ഥലം വിട്ടു കഴിഞ്ഞാ അവർക്ക് പിന്നെ സ്വാതന്ത്ര്യമായില്ലേ. അവരെ അങ്ങനെ സന്തോഷിക്കാൻ അനുവദിക്കരുത്. പിന്നെ ഞാൻ എന്താ ചെയ്യണ്ട ആന്റി? ഇവിടെ തന്നെ നിൽക്കണം. അവർക്ക് സമാധാനം കൊടുക്കാതെ നോക്കണം. ഒരു ക്ഷണം പോലും മേഘന മിഥുനൊപ്പം സന്തോഷിക്കാൻ പാടില്ല. അതൊക്കെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നീയും ഇവിടെ തന്നെ ഉണ്ടാവണം. ചാരുവിനോട് വീരവാദം മുഴക്കിയിട്ട് ഇറങ്ങി പോന്നതാ.
പക്ഷെ അവളുടെ ചെവിയിൽ എന്തെങ്കിലും കയറിയിട്ടുണ്ടാവോ? ഞാൻ വിഷമിക്കുന്ന അവളുടെ മനസ്സിൽ തോന്നിയാലല്ലേ അവൾ ഇങ്ങോട്ട് വരേണ്ട കാര്യമുള്ളൂ. ഒന്ന് തോന്നിച്ചേക്കണേ ദൈവേ. സഞ്ജന, നീ ധൈര്യമായിട്ടിരിക്കെ. ഇത് പുതിയതായിട്ട് ഓപ്പൺ ചെയ്തതാ, അധികം ആർക്കും അറിയില്ല. സോ ഡോണ്ട് വറി, നമ്മളെ അറിയാവുന്ന ആരും ഇവിടെ ഉണ്ടാവില്ല. നിന്നെ ആരും തിരിച്ചറിയേയില്ല. ഓക്കെ? പേടിയാവുന്ന ആകാശ്, ഇതൊന്നും ശരിയല്ലെന്നൊരു തോന്നൽ. വിട് വിട്. ഇനിയിപ്പൊ ആരെങ്കിലും നിന്നെ തിരിച്ചറിഞ്ഞെന്നിരിക്കട്ടെ, അവരോട് പറയണം ഞാൻ നിന്റെ ലവർ ആണെന്ന്. അങ്ങനെയെങ്കിലും നിന്റെ വീട്ടുകാർ എന്നെ കുറിച്ചൊന്ന് അറിയട്ടെ. അയ്യോ, അത് മതി. പിന്നെ എന്നെ കാലെ പിടിച്ച് വലിച്ചു കീറും. എന്നാ വേണ്ട, ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. ആരും നമ്മളെ കാണില്ല. വന്നേ. അത് കണ്ടില്ല ആന്റി? മിഥുന്റെ അടുത്ത് ഭാര്യയുടെ സ്ഥാനത്ത് എന്തൊരു അഹങ്കാരത്തോടുകൂടി അവൾ ഇരിക്കുന്നത്. ആ സ്ഥാനം എനിക്ക് അവകാശപ്പെട്ടതാ. എല്ലാം അവള് തട്ടിപ്പറിച്ചു കളഞ്ഞില്ലേ? അതെല്ലാം വീണ്ടും തിരികെ നേടിയെടുക്കുന്നത് വരെ എനിക്ക് അടങ്ങിയിരിക്കാനും ആവില്ല, മനസ്സമാധാനത്തോടെ ഉറങ്ങാനും ആവില്ല. മഞ്ജരി, കൂൾ ഡൗൺ. എല്ലാ പട്ടിക്കും ഒരു ദിവസം ഉണ്ടെന്നല്ലേ? ആ ദിവസം വരുമ്പോ കിട്ടുന്ന അവസരം പ്രയോജനപ്പെടുത്തി ശത്രുവിന്റെ പതനം ഉറപ്പാക്കിയിരിക്കണം. എന്നാലേ നമുക്ക് വിജയിക്കാനാവൂ. വെയിറ്റ് ഫോർ ദ ടൈം. ഓ മൈ ഗോഡ് ചാരു, നിനക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയല്ലേ? അപ്പൊ എന്റെ സ്നേഹം നിനക്ക് മനസ്സിലായില്ലേ ചാരു? മനസ്സിലായത് നിന്റെ സ്നേഹമല്ല, നിന്റെ പ്രാന്ത. വാട്ട്? പിന്നല്ലാണ്ട് എന്താ വിവേക്? ഞാൻ വീട്ടിലേക്ക് വരില്ല, എങ്ങോട്ടെങ്കിലും പോയി കളയും, എന്നെ അന്വേഷിക്കരുത്, മരിച്ചതിന് തുല്യാന്ന് എന്തൊക്കെയാ നീ വിളിച്ചു പറഞ്ഞത്? അതുകൊണ്ട് അത്തരം ചിന്തകൾ വേണ്ട, അതൊന്നും ശരിയായ ചിന്തകളല്ലാന്ന് പറയാൻ വേണ്ടി മാത്രം വന്നത്. ശരി, ആയിക്കോട്ടെ. എന്തായാലും നിനക്ക് വരാൻ തോന്നിയല്ലോ, അകത്തേക്ക് പോ. വന്നേ. ഞാനിത് പറയാൻ വേണ്ടി വന്നതാ, നിന്റെ വാലേ തൂങ്ങി നടക്കാൻ വേണ്ടി വന്നതല്ല. നീ എന്റെ വാലിലൊന്നും തൂങ്ങണ്ട എന്റെ പൊന്നു ചാരു. എന്റെ അരികിലൊന്നും നിന്നാ മാത്രം മതി. എന്തേ, തമാശയാണോ? തമാശയാണെന്ന് തോന്നിയ ചിരിക്ക്, അല്ലെങ്കിൽ നീ ഒരു തമാശ പറ, ഞാൻ ചിരിച്ചോളാം. പോടാ. ശരിയെന്നാ, ഞാൻ ഇറങ്ങുക. ഏയ്, വരാൻ താല്പര്യമില്ലായിരുന്നെങ്കിൽ പിന്നെ നിന്നെ ഈ ഡ്രസ് ഇട്ടുകൊണ്ട് വന്നേ? ഇഷ്ടമില്ലാത്ത പോലെ അഭിനയിക്കുകയാണെന്ന് എനിക്കറിയാം. എന്നാ അകത്തേക്ക് വാ. വരാൻ വാ. ആന്റി, ഇനി എത്ര നേരം ഇവിടെ ഇരിക്കുക? നമ്മളിവിടെ ഇരിക്കണോണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറയാൻ പറ്റില്ല മഞ്ജരി,
നമുക്ക് എവിടുന്ന് എന്ത് അവസര കിട്ടാന്ന് ആർക്കാ അറിയാ? മേഘനയെ മാനം കെടുത്തി മിഥുൻ നിന്നെ സ്വീകരിക്കാനുള്ള ഒരു അവസരം കിട്ടിയെങ്കിലോ? എല്ലാത്തിനും ക്ഷമ വേണം. വാലന്റൈൻസ് ഡേ ആഘോഷത്തിനും ഈ റിസോർട്ടിന്റെ ഉദ്ഘാടനത്തിനും ഇവിടേക്ക് ആഗതരായിരിക്കുന്ന കപ്പിൾസ് എല്ലാവർക്കും സ്വാഗതം, സുസ്വാഗതം. വാലന്റൈൻസ് ഡേ എന്നാൽ തന്നെ പ്രണയിതാക്കൾക്ക് വളരെ സ്പെഷ്യലാണ്. സിംഗിൾ ആയി കഴിയുന്നവർക്ക് പുതിയ പ്രണയബന്ധങ്ങളിലേക്ക് കടക്കാൻ ഒരു ദിവസം, വിവാഹം കഴിക്കാത്ത പ്രണയിതാക്കൾക്ക് ഒന്നിച്ച് ജീവിക്കാൻ നിശ്ചയിച്ചുറപ്പിക്കാൻ ഒരു ദിവസം, കല്യാണം കഴിഞ്ഞ പ്രണയിതാക്കൾക്ക് സ്വന്തം പ്രണയബന്ധം ഇനിയും സുന്ദരമാക്കാൻ പറ്റിയൊരു ദിവസം. അതെന്ത് തന്നെയായാലും ഓരോ കപ്പിളിനും ഈ വാലന്റൈൻസ് ഡേ വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. ഈ സവിശേഷമായ സന്ദർഭത്തിൽ ഒരു സ്പെഷ്യൽ കപ്പിളിനെ ഞങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അവരാരെന്നാൽ മിസ്റ്റർ മിഥുൻ നന്ദൻ ആൻഡ് മിസ്സസ് മേഘന മിഥുൻ നന്ദൻ. വിവേക്, മിഥുനേട്ടനും ഏച്ചിയും ഇവിടേക്ക് വന്നിട്ടുണ്ടെന്ന്. ഈശ്വരാ, നമ്മൾ ഇങ്ങനെ കണ്ട എല്ലാം തീർന്നു. ഇപ്പൊ തന്നെ പോവാൻ വാ. ചാരു, അതിന് നമ്മൾ ആരും കണ്ടിട്ടില്ല.